കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ പയർത്തോരനാണ്. നമ്മൾ ഇതിനു വേണ്ടി ഒരു മീഡിയം ടൈപ്പ് പപ്പായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് ചെറുപയർ അത് എടുത്തിട്ടുണ്ട്. അത് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കണം. ഒറ്റ ബിസിൽ മതി. അതുപോലെ തന്നെ പപ്പായ സ്കിൻ ഔട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 ഗാർലിക്, അതേപോലെ തന്നെ 2-3 പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി. ഒറ്റ ബിസിൽ നമ്മുടെ പയർ വന്നിട്ടുണ്ട്. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കടുക് ഇടുക, കുറച്ച് മുളക് ഇടുക, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇടുക. സോത്ത് ചെയ്യുക. നമ്മൾ ചതച്ച് നമ്മുടെ തേങ്ങ ഇതിലേക്ക് ഇട്ട് സോത്ത് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് നമ്മുടെ പപ്പായ ഇതിലേക്ക് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം സോൾട്ട് ആഡ് ചെയ്യുക. ഒരു 10 മിനിറ്റോളം ഇളം ചൂടിൽ ചൂടാക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ പയർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് പയറോട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കൂടെ ഒന്ന് തുറന്ന് വേവിക്കുക. അപ്പോൾ നമ്മുടെ പപ്പായ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്.